കൗമാരപ്രായം എന്ന് പറയുന്നത് കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ്. ഹോർമോൺ മാറ്റങ്ങളൊക്കെ കാരണം കുട്ടികൾ ശാരീരികവും അതുപോലെ തന്നെ വൈകാരികവുമായിട്ടുള്ള നിരവധി മാറ്റങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഒരു പ്രായത്തിൽ ആവശ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് അവയെക്കുറിച്ചുള്ള ശരിയായ അറിവുകൾ നേടുക എന്നത് മാത്രമാണ്. ശാരീരികമായ മാറ്റങ്ങൾ, വൈകാരികമായിട്ടുള്ള മാറ്റങ്ങൾ, മാനസിക സമ്മർദ്ദം, ആരോഗ്യപരവും ലൈംഗികപരവുമായിട്ടുള്ള പ്രശ്നങ്ങൾ, സൈബർ സ്പേസ് ആസക്തി, ഇവയൊക്കെ ഈ കാലഘട്ടത്തിലെ പ്രശ്നങ്ങളായിട്ട് എടുത്തു പറയേണ്ടതായിട്ടുണ്ടെങ്കിൽ പോലും ലഹരിയുടെ ഉപയോഗവും അതുവഴി ഉണ്ടാകുന്ന ആക്രമണ പ്രവണതയുമാണ് എടുത്തു പറയേണ്ട ഒരു പ്രോബ്ലം. കൗമാരക്കാരുടെ മാതാപിതാക്കൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഇന്ന് ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. പുകവലി, മദ്യപാനം അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കൽ എന്നിവ കൗമാരക്കാരെ വളരെയധികം ആകർഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. കുട്ടികൾ വീട്ടിൽ കാണിക്കുന്നതിനെയൊക്കെ അനുകരിക്കുന്ന ഒരു പ്രവണത പൊതുവെ ഉണ്ടാകുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ ഒരാൾ പുകവലിക്കുകയോ അല്ലെങ്കിൽ മദ്യപിക്കുകയോ ചെയ്യുന്നതുണ്ടെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ കുട്ടികളുടെ റോൾ മോഡലായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഈ ഒരു ടോപ്പിക്ക് റിലവന്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ കൗമാരക്കാരിൽ കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട പെരുമാറ്റ വൈകല്യമായിട്ടുള്ള ODD അഥവാ ഒപ്പോസിഷണൽ ഡെഫിയന്റ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു വൈകല്യത്തെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോയിൽ അതിന്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധം, പരിഹാരം എന്നിവയെ പറ്റിയെല്ലാം വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഹായ് ഓൾ, ദിസ് ഈസ് ലിജു. വെൽക്കം ടു മൈ ചാനൽ. ദിസ് ഈസ് MSG. ഒപ്പോസിഷണൽ ഡെഫിയന്റ് ഡിസോർഡർ നമ്മുടെ കുട്ടികളിലും കൗമാരക്കാരിലും സാധാരണയായി കണ്ടുവരാറുള്ള ഒരു പെരുമാറ്റ വൈകല്യമാണ് ഈ ODD എന്ന് പറയുന്നത്. മാതാപിതാക്കൾ, അധ്യാപകർ അല്ലെങ്കിൽ അധികാര സ്ഥാനത്ത് ഉയർന്നിരിക്കുന്നവർ, മറ്റു മുതിർന്ന ആൾക്കാർ, ഇവരെ പോലുള്ള വ്യക്തികളോടുള്ള ധിക്കാരവും അനുസരണക്കേട് കാണിച്ചുകൊണ്ടുള്ള പെരുമാറ്റ രീതിയാണ് ODD എന്ന് പറയുന്ന ഈ ഒരു വൈകല്യത്തിന്റെ പ്രധാന പ്രത്യേകതയായി ചൂണ്ടിക്കാണിക്കുന്നത്. ODD ഉള്ള കുട്ടികൾ പലപ്പോഴും വിദ്വേഷപരവും നിഷേധാത്മകവും ധിക്കാരപരവുമായിട്ടുള്ള പെരുമാറ്റത്തിന്റെ സ്ഥിരമായിട്ടുള്ള ഒരു പാറ്റേൺ പ്രദർശിപ്പിക്കുന്നതായി കാണാറുണ്ട്. അവർ മുതിർന്നവരുമായിട്ട് ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് തർക്കിക്കുകയും ചില റൂൾസ് അല്ലെങ്കിൽ റിക്വസ്റ്റ് എന്നിവ അനുസരിക്കാൻ അവർ വിസമ്മതിക്കുകയും ചെയ്യാറുണ്ട്. മറ്റുള്ളവരെ മനഃപൂർവ്വം ശല്യപ്പെടുത്തുകയും അവരുടെ തെറ്റുകൾക്കും മോശം പെരുമാറ്റത്തിനും മറ്റുള്ളവരെ സദാ കുറ്റപ്പെടുത്തുന്നതും ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഈ ODD ഒരു കുട്ടിക്ക് അവരുടെ ബന്ധങ്ങൾ അല്ലെങ്കിൽ അവരുടെ അക്കാദമിക് പ്രകടനങ്ങൾ, മൊത്തത്തിലുള്ള അവരുടെ ആക്ടിവിറ്റീസ്, ഇവയെല്ലാം ഈ ഒരു അസുഖം അവരെ സാരമായ രീതിയിൽ ബാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ഇടയ്ക്കിടയ്ക്കുള്ള എതിർപ്പ് അല്ലെങ്കിൽ ധിക്കാരപരമായിട്ടുള്ള പെരുമാറ്റം കുട്ടികളുടെ വളർച്ചയുടെ ഒരു സാധാരണ ഭാഗമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. എന്നിരുന്നാലും ODD ഉള്ള ആൾക്കാരിൽ ഈ ഒരു സ്വഭാവം സാധാരണ പ്രായത്തിലുള്ള കുട്ടികളിലേക്കാൾ നിയന്ത്രണാതീതവും വളരെ തീവ്രമായിട്ടുള്ള രീതിയിലും അതേപോലെ തന്നെ ഫ്രീക്വന്റ് ആയിട്ട് കാണപ്പെടുന്നതായിട്ടുള്ളതായിട്ട് കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. ODDയുടെ ശരിക്കും കാരണം എന്താണെന്ന് വളരെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ജനിതക, പാരിസ്ഥിതിക, മനഃശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങളുടെ സംയോജനത്താൽ ഇത് സ്വാധീനിക്കപ്പെടുന്നുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പരുക്കൻ സ്വഭാവം, പരസ്പരം ബോണ്ടഡ് അല്ലാത്തുള്ള മാതാപിതാക്കള്, കുടുംബ കലഹങ്ങള്, ദുരുപയോഗം ചെയ്യല് അല്ലെങ്കിൽ അവഗണന തുടങ്ങിയവയെല്ലാം ODD എന്ന് പറയുന്ന ഒരു വൈകല്യത്തിലേക്ക് എത്തിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കുട്ടികളിൽ ഉണ്ടാകുന്ന ഈ ODD എങ്ങനെ തിരിച്ചറിയാം എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു വൈകല്യം പ്രാഥമികമായും കുട്ടിക്കാലത്ത് തന്നെ രോഗനിർണയം നടത്താവുന്ന ഒരു പെരുമാറ്റ വൈകല്യമാണ് എന്ന് മനസ്സിലാക്കുക. കോപം, ക്ഷോഭം, തർക്കം, ധിക്കാരം അല്ലെങ്കിൽ അധികാര വ്യക്തികളോടുള്ള പ്രതികാര മനോഭാവം എന്നിവ ഇതിന്റെ പതിവ് രീതികളായി കണക്കാക്കുന്നുണ്ട്. ഇത് സ്ഥിരമായ പാറ്റേണുകളായി വരുമ്പോൾ നമ്മൾ അതിനെ കൂടുതൽ ശ്രദ്ധയോടെ സമീപിക്കേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ്. ODDയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമായി പറയുന്നത് പതിവായി ഉണ്ടാവുന്ന കോപത്തെയാണ്. ODD ഉള്ള കുട്ടികൾ പലപ്പോഴും അവരുടെ വികാരങ്ങൾ നിയന്ത്രിക്കുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായി കാണപ്പെട്ടിട്ടുണ്ട്. ഇത് സാഹചര്യത്തിനോ പ്രകോപനത്തിനോ ആനുപാതികമല്ലാതായി തോന്നിയേക്കാവുന്ന ഇടയ്ക്കിടയ്ക്കുള്ള അല്ലെങ്കിൽ അൺകൺട്രോളബിൾ ആയിട്ടുള്ള പ്രകടനങ്ങളിലേക്ക് അവരെ എത്തിക്കാറുണ്ട് എന്നുള്ളതാണ് വസ്തുത.
അടുത്തത് ODD ഉള്ള കുട്ടികൾ പലപ്പോഴും മുതിർന്നവരുമായി ചൂടേറിയ സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് അധികാരത്തോടുള്ള ബഹുമാനക്കുറവാണ് പ്രകടമാക്കുന്നത്. ഈ സ്വഭാവം മാതാപിതാക്കളുടെ പോലും തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുന്നതിനും അപ്പുറമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും നിയമങ്ങളുടെ പൂർണ്ണമായ ധിക്കാരമായി മാറുന്നത് ഈ ഒരു അവസ്ഥാവിശേഷത്തിന്റെ പ്രധാന പ്രത്യേകതയാണ്. ODD ഉള്ള കുട്ടികൾ നീതിയോടും അവകാശത്തോടുമുള്ള ഒരു അഭിനിവേശം പ്രകടിപ്പിക്കുന്നതായി കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും നിയമങ്ങളുടെയും നിർദ്ദേശങ്ങളെയും ഒക്കെ അവർ വെല്ലുവിളിക്കുകയും അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള നിരന്തരമായ ചോദ്യം ചെയ്യൽ ഭിന്നത സൃഷ്ടിക്കാനുള്ള ബോധപരമായിട്ടുള്ള ശ്രമമായും ചിലപ്പോൾ വന്നേക്കാമെന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സജീവമായ ധിക്കാരവും അനുസരണക്കേടും ഒരു പ്രധാന ലക്ഷണമാണ് എന്ന് സൂചിപ്പിച്ചുവല്ലോ. ഈ സ്വഭാവം സാധാരണ ബാല്യകാല ശാഠ്യത്തിന് അപ്പുറത്തേക്ക് വ്യാപിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ODD ഉള്ള കുട്ടികൾ പലപ്പോഴും ഒരു പ്രത്യേക തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുവാനോ മുതിർന്നവർ നിശ്ചയിച്ചിട്ടുള്ള നിയമങ്ങൾ പാലിക്കുവാനോ സമ്മതിക്കാതെ അല്ലെങ്കിൽ മനഃപൂർവ്വം വിസമ്മതിക്കുന്നതായിട്ട് കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വൈകല്യമുള്ള കുട്ടികൾ മറ്റുള്ളവരെ നിരന്തരമായിട്ട് ശല്യപ്പെടുത്തുന്നതിനോ അവരെ അസ്വസ്ഥമാക്കുന്നതിനോ ഉദ്ദേശിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സദാസമയം ഏർപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു പ്രകോപനം അവരുടെ സമപ്രായക്കാരിൽ നിന്നോ മാതാപിതാക്കളിൽ നിന്നോ അധ്യാപകരിൽ നിന്നോ വൈകാരിക പ്രതികരണം ഉന്നയിക്കാൻ ലക്ഷ്യമിട്ടുള്ള ചെറിയ കളിയാക്കൽ മുതൽ കൂടുതൽ വിനാശകരമായിട്ടുള്ള പെരുമാറ്റങ്ങൾ വരെ ആയി തീരാനുള്ള സാധ്യതകൾ കണക്കാക്കാനായിട്ട് സാധിക്കും. ഇത്തരം കുട്ടികൾ അവരുടെ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പലപ്പോഴും ഒരു വിമുഖത കാണിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. പകരം അവരവരുടെ തെറ്റുകൾക്കും മോശം പെരുമാറ്റങ്ങൾക്കും മറ്റുള്ളവരെ നിരന്തരമായി കുറ്റപ്പെടുത്തുകയും അവരുടെ ആയിട്ടുള്ള സംഘടനത്തിൽ ഏർപ്പെടുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതായിട്ടും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത്തരം കുട്ടികൾ അസഹിഷ്ണുത കാണിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയായി പറയാനുള്ളത്. മറ്റുള്ളവരാൽ എളുപ്പത്തിൽ പ്രകോപിതരാകുന്നവരാണ് ഇത്തരക്കാർ. ഇപ്രകാരമുള്ള ഉയർന്ന സംവേദനക്ഷമത ചെറിയ ശല്യപ്പെടുത്തലുകളോട് തീവ്രമായി പ്രതികരിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അവരുടെ ഈ ഒരു പ്രത്യേക സ്വഭാവം മറ്റുള്ളവർക്ക് അസ്വാസ്ഥ്യമോ ബുദ്ധിമുട്ടോ ഉണ്ടാക്കുന്നതിൽ നിന്ന് ഇത്തരക്കാർ സംതൃപ്തി നേടുന്നതായി ഇടക്കാലത്തുള്ള പഠനങ്ങളിലൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അവർ തിരിച്ചറിഞ്ഞ തെറ്റുകളോട് പ്രതികരിക്കാൻ പ്രതികാര ബുദ്ധി കാണിക്കുന്നതായിട്ടും ഈ പഠനങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിനോട് തന്നെയാണ് ചുറ്റുമുള്ളതിനോട് ശത്രുതാപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇത്തരക്കാർ ശ്രമിക്കുന്നു എന്നതാണ് ഈ പഠനത്തിന്റെ ഔട്ട്പുട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. ഏർലി സ്റ്റേജിലുള്ള ഇടപെടൽ ഈ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ പറയേണ്ട അത്യാവശ്യമില്ല. ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ച ഈ ഒരു ലക്ഷണങ്ങളെല്ലാം പലപ്പോഴും സാമൂഹികമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമോ ആയ സാഹചര്യങ്ങളിൽ കുട്ടികളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. സമപ്രായക്കാരുമായും കുടുംബാംഗങ്ങളുമായുള്ള അവരുടെ ബന്ധം ഇതുവഴി വലിയ രീതിയിൽ തകരാറാകുന്നു എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. കുട്ടിയുടെ ജീവിതത്തിൽ ODDയുടെ ആഘാതം ലഘൂകരിക്കുന്നതിന് ഈ ലക്ഷണങ്ങളെല്ലാം നേരത്തെ തിരിച്ചറിയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സ്വഭാവങ്ങൾ 6 മാസത്തിൽ കൂടുതൽ ഒരു കുട്ടി കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണലിന്റെ സഹായം തീർച്ചയായും തേടുക. സൈക്കോളജിസ്റ്റുകൾ, സൈക്യാട്രിസ്റ്റുകൾ എന്നിവ ശരിയായ രോഗനിർണയം നടത്തുന്നതിനും അത് ഫലപ്രദമായിട്ടുള്ള ചികിത്സാ രീതികൾ അവർക്ക് നൽകുന്നതിനും അവർ നിങ്ങളെ സഹായിക്കുവാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ചികിത്സാ രീതിയെ പറ്റി സംസാരിക്കുമ്പോൾ സൈക്കോതെറാപ്പി, സ്പെഷ്യൽ പ്രാക്ടീസുകൾ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ആവശ്യമാണെങ്കിൽ മരുന്നുകൾ തുടങ്ങിയവയെല്ലാം ഫലപ്രദമായിട്ടുള്ള മെത്തേഡ്സ് ആയിട്ട് പറയാൻ സാധിക്കും. ODDക്കുള്ള ഏറ്റവും സാധാരണമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് സൈക്കോതെറാപ്പി എന്ന് പറയുന്നത്. കോപവും നിരാശയും പ്രകടിപ്പിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള ആരോഗ്യകരമായിട്ടുള്ള വഴികൾ തിരിച്ചറിയാൻ കുട്ടികളെ ഇത്തരത്തിലുള്ള തെറാപ്പികൾ തീർച്ചയായിട്ടും സഹായിക്കും. അടുത്തതായിട്ട് CBT, അതായത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയും. കുട്ടിയെ അവരുടെ ചിന്താരീതികൾ തിരിച്ചറിയുന്നതിന് സഹായിക്കുക, വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്നതിനുള്ള പുതിയ വഴികൾ പഠിപ്പിക്കുക എന്നിവയാണ് ഇത്തരം തെറാപ്പികളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഫാമിലി തെറാപ്പി എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ചികിത്സാ രീതിയാണെന്ന് പറയാം. മുഴുവൻ കുടുംബാംഗത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ചികിത്സാ രീതിയാണിതെന്ന് പറയാൻ സാധിക്കും. ആശയവിനിമയവും പരസ്പര ധാരണയും മെച്ചപ്പെടുത്തുവാൻ ഇത് വളരെയധികം സഹായിക്കുന്നു. കുട്ടികളുടെ പെരുമാറ്റം ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനുള്ള മാർഗമായി CBT മാതാപിതാക്കൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു മെത്തേഡായി മാറുന്നുണ്ട്. അതുപോലെ തന്നെ രക്ഷിതാക്കൾക്ക് നൽകുന്ന പരിശീലന പരിപാടികളാണ് മറ്റൊരു രീതിയായി ഈ ഒരു ചികിത്സയ്ക്ക് അവലംബിക്കുന്നതെന്ന് പറയുന്നത്. ഈ പ്രോഗ്രാമുകൾ അവരുടെ കുട്ടികളുടെ പെരുമാറ്റം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മാതാപിതാക്കളെ സ്പെഷ്യലായിട്ട് പഠിപ്പിക്കുന്നു. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഉപയോഗിക്കുന്നത്, വ്യക്തമായ പ്രതീക്ഷകൾ കൊടുക്കുന്നത്, അനുസരണക്കേടുള്ള പെരുമാറ്റത്തിന്
വൈകല്യത്തിന് സ്ഥിരമായ അനന്തര ഫലങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നീ ടെക്നിക്കുകളെല്ലാം ഇത്തരം ചികിത്സാ രീതികളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. സാമൂഹിക നൈപുണ്യ പരിശീലനം ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ചികിത്സാ രീതിയായി എടുത്തു പറയേണ്ടതാണ്. അതായത് സമപ്രായക്കാരുമായി ഇടപഴകുന്നതിനും അവരുടെ സാമൂഹിക ഇടപെടലുകളെല്ലാം മെച്ചപ്പെടുത്തുന്നതിനും ഉചിതമായ വഴികൾ പഠിപ്പിക്കുവാൻ ഇത്തരം ചികിത്സാ രീതികൾ കുട്ടികളെ തീർച്ചയായിട്ടും സഹായിക്കും. ഈ കഴിവുകളൊക്കെ പരിശീലിപ്പിക്കുന്നതിന് റോൾ പ്ലേയിങ് ഗ്രൂപ്പ് പ്രവർത്തനങ്ങളും എല്ലാം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി വിദ്യാഭ്യാസപരമായിട്ടുള്ള പിന്തുണയും വളരെ പ്രാധാന്യത്തോടെ നൽകേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ODD ഉള്ള ഒരു കുട്ടിയെ കൈകാര്യം ചെയ്യുന്നതിൽ അധ്യാപകർക്ക് വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുവാനായിട്ട് സാധിക്കും. ഈ കുട്ടികളെ അവരുടെ പെരുമാറ്റങ്ങൾ നിയന്ത്രിക്കുന്നതിനും അവരുടെ സാമൂഹിക കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനും അവരെ അക്കാദമിക് ആയിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നതിനും അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നതിന് സ്കൂളുകൾക്ക് വളരെ വലിയ പങ്കുകളാണ് വഹിക്കാൻ സാധിക്കുന്നത്. ഔഷധം, അതായത് മെഡിസിനൽ ചികിത്സയാണ് മറ്റൊരു പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത്. ODDയെ ചികിത്സിക്കാൻ പ്രത്യേക മരുന്നുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെങ്കിൽ പോലും ADHD അല്ലെങ്കിൽ ഡിപ്രഷൻ പോലെയുള്ള അവസ്ഥകൾക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ സാധാരണ ചില പ്രത്യേക സിറ്റുവേഷനുകളിൽ ഉപയോഗിക്കാറുണ്ട്. മറ്റ് ചികിത്സകളൊക്കെ പരീക്ഷിച്ചതിന് ശേഷം ഫലപ്രദമല്ലെങ്കിൽ മാത്രമേ ഇത്തരം മരുന്നുകൾ സാധാരണ പരിഗണിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതൊരു സ്പെഷ്യൽ കാറ്റഗറി ഡ്രഗ് ആയതുകൊണ്ടാണ്. ചികിത്സയിൽ പലപ്പോഴും ഒരു ശിശുരോഗ വിദഗ്ധൻ അല്ലെങ്കിൽ ഒരു മനോരോഗ വിദഗ്ധൻ, മനഃശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ സ്കൂളുകൾ, കുടുംബത്തിൽ ഉൾപ്പെടെയുള്ള ആരോഗ്യ സംരക്ഷണ പ്രവർത്തകരുടെ ഒരു സംഘമാണ് സാധാരണ ഉണ്ടാകാറുള്ളത്. സ്ഥിരമായ ഒരു ചികിത്സാ പദ്ധതി നടപ്പിലാക്കുന്നതിനും ഇവരെ നിരീക്ഷിക്കുന്നതിനും എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് വളരെ അത്യാവശ്യകരമായ കാര്യമാണ്. ചികിത്സയുടെ ഫലപ്രാപ്തി ഓരോ കുട്ടിക്കും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ളതാണെന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും സ്ഥിരവും സമഗ്രവുമായിട്ടുള്ള ചികിത്സയിലൂടെ ODD ഉള്ള മിക്ക കുട്ടികൾക്കും അവരുടെ ലക്ഷണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും സർഗാത്മകമായ ജീവിതം നയിക്കുന്നതിനും സാധിക്കുമെന്നുള്ളത് തീർച്ചയായ കാര്യമാണ്. ഓരോ കുട്ടിയും വ്യത്യസ്തങ്ങളായതിനാൽ കുട്ടികളുടെ പ്രത്യേക ആവശ്യങ്ങൾക്കും അതേപോലെ കുടുംബത്തിന്റെ സാഹചര്യങ്ങൾക്കും അനുസരിച്ച് ചികിത്സാ പദ്ധതികൾ രൂപപ്പെടുത്തേണ്ടതും അനിവാര്യമാണ്. ഈ ചികിത്സയുടെ ഫലപ്രാപ്തി വിലയിരുത്തുന്നതിനും ക്രമീകരണങ്ങൾ വരുത്തുന്നതിനും പതിവായിട്ടുള്ള ഫോളോ അപ്പുകൾ ഉണ്ടായിരിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ODDയും അതിന്റെ ലക്ഷണങ്ങളും മനസ്സിലാക്കുന്നത് ഒരു കുട്ടിയെ അവരുടെ പെരുമാറ്റവും വികാരങ്ങളും നന്നായി കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നതിനുള്ള ആദ്യ പടിയായി നമുക്ക് കണക്കാക്കുവാൻ സാധിക്കും. ODD കാര്യമായ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ടെങ്കിലും ശരിയായ രീതിയിലുള്ള ഇടപെടലും പിന്തുണയും ഉപയോഗിച്ചുകൊണ്ട് ഒരു കുട്ടിക്ക് അവരുടെ പെരുമാറ്റം നിയന്ത്രിക്കാൻ പരിശീലിക്കുന്നതിനും കഴിയാൻ സാധിക്കുമെന്നുള്ളത് ഓർത്തിരിക്കേണ്ട ഒരു വസ്തുതയാണ്. ഇത് ആത്യന്തികമായി മെച്ചപ്പെട്ട പല ബന്ധങ്ങളിലേക്കും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളിലേക്കും നയിക്കുമെന്ന് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ വളരെ നല്ല ബന്ധങ്ങൾ നിലനിർത്തുന്നതിലും ജീവിതത്തിൽ സക്സസ് ആവാൻ സാധിക്കുന്നതിലും ഇത്തരം വൈകല്യങ്ങൾ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കുന്നത് വളരെയധികം സഹായിക്കുമെന്നത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ ഫ്രണ്ട്സ്, ODDയെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ പ്രസന്റ് ചെയ്തത്. ഇത് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലെ കൂടുതൽ ഫലപ്രദമായിട്ടുള്ള വീഡിയോകൾക്കായി എൻ്റെ ചാനൽ നിരന്തരമായി ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. വൺസ് അഗെയിൻ, ദിസ് ഈസ് ലിജു സൈനിങ് ഓഫ്.